നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ഇന്ത്യക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇതിനകത്ത് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്സുകൾ ഞാൻ ആദ്യം പറയാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മീൻ, മീഡിയൻ, മോഡ്, ഇതെല്ലാം നല്ലപോലെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടോപ്പിക്കാണ് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററും കൂടിയാണ്. കാരണം ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി ആണല്ലോ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ചാപ്റ്റർ നെയിം ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് മീനാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അരിത്മെറ്റിക് മീനാണ്. അരിത്മെറ്റിക് മീൻ എന്താണ്? അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ? അരിത്മെറ്റിക് മീൻ കുറെ നമ്പറുകൾ തന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് അരിത്മെറ്റിക് മീൻ കാണുന്നത്? ആ നമ്പറുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യും, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന അരിത്മെറ്റിക് മീനാണ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സുകളെല്ലാം ഇങ്ങനെ കോമിട്ട് തരാം. ലൈക്ക് 25, 36, 45 അങ്ങനെ ഡാറ്റാസുകളെല്ലാം അങ്ങനെ കോമിട്ട് തരും. എന്നിട്ട് നമ്മളടുത്ത് മീൻ കാണാൻ പറയും. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. NDA എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ ഡിനോട്ടഡ് ബൈ സേ x1, x2, x3, എക്സെട്ര, xn. ഇങ്ങനെയാണ് ഡാറ്റാസ് നമുക്ക് തന്നിരിക്കുന്നത്. കോമിട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ കാണാനുള്ള ഫോർമുല അറിയാമോ? എക്സ് ബാർ കാണണമെങ്കിൽ ഈ ഡാറ്റാസുകളെല്ലാം ആഡ് ചെയ്യണം, അല്ലേ? നമ്മളതിനെ സിഗ്മ എക്സ് എന്ന് എഴുതും. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യണം. ഇതാണ് എക്സ് ബാർ കാണാനുള്ള ഫോർമുല. ഇത് ബൈ ഹാർട്ട് ആക്കി വെക്കാം. ദിസ് ഈസ് ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. കേട്ടല്ലോ? അപ്പൊ ഇവിടെ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസുകളെല്ലാം അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് കുറെ നമ്പറുകൾ തന്നിട്ടുണ്ട്. അത് അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് കാണാം? മീൻ കാണാൻ പറ്റും, ആവറേജ്. ഫോർ എക്സാമ്പിൾ, സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. 5, 7, 9, 11, 13 എക്സെട്ര 37 ഇവിടം വരെയുണ്ട്. ഇതിന്റെ അരിത്മെറ്റിക് മീൻ കാണണമെന്ന് വിചാരിക്കാം. നമ്മൾ സ്റ്റെപ്പ് എല്ലാം എഴുതി ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യും? സിഗ്മ എക്സ് ചെയ്യണമെങ്കിൽ 5 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് എക്സെട്ര അപ് ടു 37 ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. നമ്മളിത് കൗണ്ട് ചെയ്യും, എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറെ ടൈം എടുക്കും നമുക്ക്, അല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് ചെയ്യാം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ വന്നാൽ മാത്രമേ ഈ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്യാൻ പാടുള്ളൂ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സിഗ്മ എക്സ് ബൈ എന്ന് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. AP-യിലാണെങ്കിൽ എക്സ് ബാർ കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ബൈ ഹാർട്ട് ആക്കി വെക്കണം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കാം. ഇത് AP വന്നാൽ മാത്രമേ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സ് ബാർ കാണാനുള്ള ഫോർമുല എന്താണ്? AP ആണെങ്കിൽ മാത്രം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ഇപ്പൊ തന്നിരിക്കുന്ന എക്സാമ്പിൾ എക്സ് ബാർ എന്താന്ന് പറയാമോ? ഫസ്റ്റ് ടൈം ഇവിടെ 5 ആണ്, അല്ലേ? ശരിയല്ലേ? ഇത് AP തന്നെയാണല്ലോ, അല്ലേ? AP എന്ന് പറഞ്ഞാൽ അറിയാലോ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. നമ്മൾ 2 ആഡ് ചെയ്യുമ്പോഴാണല്ലോ അടുത്ത നമ്പർ വരുന്നത്, അല്ലേ? ശരി തന്നെയാണോ? അതെ, 2 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത നമ്പർ വരുന്നത്. ഇത് AP ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5ഉം ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37ഉം ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 AP ആണെങ്കിൽ മാത്രം. ഇത് 42/2, അല്ലേ? 42/2 എന്താണ്? 21. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ, അല്ലെ? എക്സ് ബാർ കാണാനുള്ള മെത്തേഡ് ക്ലിയർ ആയി. AP ആണെങ്കിൽ ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഗ്രൂപ്പ്ഡ് ഡാറ്റയും കൂടി ഞാൻ പറഞ്ഞാലോ? അതിന്റെ പ്രോബ്ലം വേറെ വരുന്നുണ്ട്. ഇനീഷ്യലി ഞാൻ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആയിരിക്കും ചെയ്യുക.
ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫ്രീക്വൻസി തരാം അവിടെ. അതിന്റെ ഫോം ഇങ്ങനെ വരാം, XIA-FIA. ഇപ്പോ X1 എന്ന് പറഞ്ഞ ഡാറ്റ F1 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. ഉദാഹരണത്തിന് ഇപ്പൊ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 25 റിപ്പീറ്റഡ് 3 ടൈംസ്. 25 റിപ്പീറ്റഡ് 3 ടൈംസ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോ X1 എന്ന് പറഞ്ഞ ഡാറ്റ F1 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. ഓക്കെ ആണോ? പിന്നെ അതേപോലെ X2 എന്ന് പറഞ്ഞ ഡാറ്റ F2 ടൈംസ് റിപ്പീറ്റഡ്. X3 എന്ന് പറഞ്ഞ ഡാറ്റ F3 ടൈംസ് റിപ്പീറ്റഡ്, എക്സിട്ര. Xn എന്ന് പറഞ്ഞ ഡാറ്റ Fn ടൈംസ് റിപ്പീറ്റഡ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണെങ്കിൽ എക്സ് ബാർ കാണാനുള്ള ഫോർമുല ബൈ ഹാർട്ട് ആക്കണം. ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെങ്കിൽ എക്സ് ബാർ കാണാനുള്ള ഫോർമുല സിഗ്മ FI XI ഡിവൈഡ് ബൈ സിഗ്മ FI ആണ്. ഇത് ബൈ ഹാർട്ട് ആക്കി വെക്കണം. ഈ രണ്ട് ഫോർമുലയും ക്ലിയർ ആയി അല്ലെ? ഫ്രീക്വൻസി ഇല്ലെങ്കിൽ സിഗ്മ X ബൈ N, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ സിഗ്മ FI XI ബൈ സിഗ്മ FI. ഓക്കെ, നമുക്ക് എന്നാൽ ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? സോ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ? എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ അരിത്തമെറ്റിക് മീൻ, അതാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് NDA 2021 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വാട്ട് ഇസ് ദ മീൻ ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ്? വാട്ട് ഇസ് ദ മീൻ ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് contained in the interval 15 to 64? മനസ്സിലായോ? 15 to 64 എന്ന് പറഞ്ഞാൽ 15, 16, 17, 18 അങ്ങനെ പോയി അവസാനം 64 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് കാണേണ്ടത്. അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല എന്താണ്? ഇവിടുത്തെ ഡാറ്റാസ് എന്താണ്? 15, 16, 17, 18 എക്സിട്ര അപ് ടു 64 ആണ്. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണല്ലോ അല്ലെ? കോമൺ ഡിഫറൻസ് 1 അല്ലേ? കാരണം 1 ആഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അടുത്ത നമ്പറുകൾ കിട്ടുന്നത്. ഇതൊരു AP ആണ്. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്താലോ അല്ലെ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു, ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ഞാനിത് ആൻസർ ചെയ്യാൻ പോകുന്നത്. എക്സ് ബാർ ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ 2, ഇതാണ് എക്സ് ബാർ. ഇതെന്താ വരുന്നത്? ഫസ്റ്റ് ടേം 15ഉം ലാസ്റ്റ് ടേം 64ഉം അല്ലെ? ഇതെന്ത് വരും? ഇത് 79/2 അല്ലെ? ആൻസർ എത്രയാണെന്ന് പറയാമോ? 39.5 അല്ല, ഇത് എത്രയാണ് വരാ? അതന്നെ 39.5. ഇതിന്റെ ആൻസർ ഓപ്ഷൻ C ആണ്. ശരിയല്ലേ? ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് അല്ലെ? ഇത് ചെയ്യാനായിട്ട് എത്ര സമയം വേണം അല്ലെ? നമുക്ക് 1 മിനിറ്റ് വേണ്ട ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഈ ഷോർട്ട് കട്ട് ഫോർമുല നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ? ഇത് NDA 2023 ആണ്. NDA 2023 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കണം. ദ ഒബ്സർവേഷൻസ്, ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ അത്ര ഈസി അല്ല. ദ ഒബ്സർവേഷൻസ് 4, 1, 4, 3, 6, 2, 1, 3, 4, 5 and 6 are outputs of 12 dices thrown simultaneously. If small letter m and capital letter M are means of lowest 8 observations and highest 4 observations respectively, then what is 2m plus m? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ലിസ്റ്റിൽ ഇതിപ്പോ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് ഇതിനകത്ത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഒബ്സർവേഷൻസ് ആണുള്ളത്. ഇതില് ലോവസ്റ്റ് 8 ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആണ് സ്മോൾ ലെറ്റർ ആൻഡ് ഹയസ്റ്റ് 4 ഒബ്സർവേഷൻസിന്റെ ആവറേജ് ആണ് ക്യാപിറ്റൽ ലെറ്റർ. അങ്ങനെയാണെങ്കിൽ 2m plus m ആണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാലോ എങ്ങനെയാണെന്ന്. ഇതില് ഹയസ്റ്റ് 8 ഒബ്സർവേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഹയസ്റ്റ് അല്ലെ? സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാല് എന്താണ്? സ്മോൾ ലെറ്റർ മീൻസ് ദ മീൻ ഓഫ് ദ ലോവസ്റ്റ് 8 ഒബ്സർവേഷൻസ് അല്ലെ? അപ്പൊ ലോവസ്റ്റ് 8 ഒബ്സർവേഷൻസ് ഇതിൽ ഏതൊക്കെയാ? ലോവസ്റ്റ് 8 ഒബ്സർവേഷൻസ് ഇതിലേതൊക്കെയാണെന്ന് പറയാമോ? ഞാൻ പറയട്ടെ.
1 അല്ലേ? 1 ഉണ്ട്. പിന്നെ ഏതാണ്? 2 ഉണ്ടല്ലോ ഇതിനകത്ത്. 2 റിപ്പീറ്റേഷൻസ് ഒക്കെ നോക്കണം കേട്ടോ. 1 1 1 2 ഉണ്ട്. പിന്നെ 2 വന്നിട്ടില്ല അല്ലേ? 1 1 1 2. പിന്നെ 3 3 ഉണ്ട് അല്ലേ? 3 3 ഉണ്ട്. പിന്നെയോ 3 3 ഉണ്ട്. 4 4 4 4 ഉണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? 4 4 ഉണ്ട്. ശരിയല്ല? നമുക്കൊന്ന് എണ്ണി നോക്കാം. 3 4 5 6 7 8. ശരിയാണ്. ഇതാണ് ലോവസ്റ്റ് 8 ഒബ്സർവേഷൻസ് വരുന്നത് അല്ലേ? ശരിയല്ലേ? ഇതിന്റെ അരിത്തമെറ്റിക് മീൻ ആണ് സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അരിത്തമെറ്റിക് മീൻ കാണണമെങ്കിൽ ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യാം അല്ലേ? ഇത് എത്ര ആഡ് ചെയ്താൽ എന്താ വരാ? 3 + 2 5 5 + 3 8 8 + 3 11 11 + 4 11 + 4 15 15 + 4 19 19 ഡിവൈഡ് ബൈ 8 അല്ലേ? ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മീൻ ഓഫ് ദ ഹയസ്റ്റ് 4 ഒബ്സർവേഷൻസ് അല്ലേ? ഹയസ്റ്റ് 4 ഇതിലേതാണ് ഹയസ്റ്റ് 4? ഇതിൽ ഹയസ്റ്റ് 4 ഏതൊക്കെയാണെന്ന് പറയാമോ? 4 5 6 6 ആണ്. ഒന്ന് നോക്കി കറക്റ്റ് അല്ലേ എന്ന് ഞാൻ എഴുതിയത് ശരിയല്ലേ എന്ന് നോക്കി. ഈ തന്നിരിക്കുന്ന ലിസ്റ്റില് 4 5 6 6 6 ആണ് അല്ലേ? ശരിയല്ലേ? അതായത് നമ്മൾ ആദ്യം ഹയസ്റ്റ് എഴുതാം. 6 6 എഴുതി. അങ്ങനെ ഹയസ്റ്റ് ആദ്യം എഴുതാം. 6 6 എഴുതി. പിന്നെ അടുത്ത ഹയസ്റ്റ് 5 ആണ്. പിന്നെ അടുത്ത ഹയസ്റ്റ് 4 ആണ്. അങ്ങനെ എഴുതാം. പിന്നെ അടുത്ത 4 എഴുതാൻ പറ്റില്ല, കാരണം 4 എണ്ണം മതി നമുക്ക്. അപ്പൊ ഇതിന്റെ മീനാണ് ക്യാപിറ്റൽ. ഇത് ആഡ് ചെയ്യാം. 4 + 5 + 6 + 6 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി അല്ലേ? ഇത് എത്ര പേരും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 21/4 കിട്ടും. ശരിയല്ലേ? നോക്കാം. നമ്മളടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 2m + ക്യാപിറ്റൽ M ആണ്. 2m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 9. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ അല്ലേ? 2m + ക്യാപിറ്റൽ M ന്റെ വാല്യൂ അറിയാം, ക്യാപിറ്റൽ M ന്റെ വാല്യൂ അറിയാം അല്ലേ? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ ഈസ് 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഞാനിവിടെ എഴുതുന്നില്ല. നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നിങ്ങൾ ഇത് എഴുതിയെടുത്തു അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാമല്ലോ അല്ലേ? ഇത് NDA 2021 ആണ്. NDA 2021. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് the mean of 12 observations is 75. The mean of 12 observations is 75. If 2 observations are discarded, then the mean of the remaining observation becomes 65. What is the mean of the discarded deviations? Observations. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യാം. x1 x2 x3 അങ്ങനെ അസ്യൂം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഞാനിത് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ആകെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 12 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ? x1 x2 x3 എക്സെട്ര x11 x12. ഇതിന് മുമ്പായിട്ട് x10 ഉണ്ടാവും അല്ലേ? ഇനി വെറുതെ അസ്യൂം ചെയ്ത് തരും. ഇങ്ങനെ അല്ല, സോറി, 12 ഒബ്സർവേഷൻസ് ആണ് അല്ലെ? 12 ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ x10 x11 x12 ആണ് അല്ലെ? ഇപ്പൊ 12 ഒബ്സർവേഷൻസ് ആയില്ലേ നോക്കിയേ. യെസ്. ഇതിന്റെ ആവറേജ് 75 ആണ് അല്ലെ? ഇനീഷ്യലി അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാരും കൂടി ആഡ് ചെയ്യാം. x1 + x2 + x3 + എക്സെട്ര x10 + x11 + x12 all divided by 12 അല്ലെ? ശരിയല്ലേ? all divided by 12. ഇതെന്താണ്? ഇത് 75 ആണ്. ശരിയല്ലേ? ശരിയാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പില് നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x1 + x2 + x3 + എക്സെട്ര x10 + x11 + x12. ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 75 × 12 എന്താ വരാ? നമുക്കതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അറിയാമല്ലോ, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. 75 × 12 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 900 കിട്ടി. ഇവിടെ വരെ ക്ലിയർ ആയി കാണാമല്ലോ അല്ലേ?
ഇനി എന്താണ് പറയുന്നത് അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഇഫ് 2 observations are discarded then the mean of the remaining observation is 65. ഇതിൽ രണ്ടെണ്ണം ഡിസ്കാർഡ് ചെയ്യാണ്. ഏതാണ്? X11ഉം X12ഉം ഒഴിവാക്കുകയാണ്. അങ്ങനെയാണെങ്കിലുള്ള മീൻ എന്തായിരിക്കും? അത് ഞാനിവിടെ എഴുതാം. If 2 observations are discarded, okay, what happens next? അതായത് ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നത് X11ഉം X12 ആണെന്ന് വിചാരിക്കാം. If 2 observations are discarded, then the mean of the remaining observation 65. ഇപ്പോൾ X11ഉം X12 ആണ് ഞാൻ ഡിസ്കാർഡ് ചെയ്യുന്നത്. അപ്പോൾ X1 മുതൽ X10 വരെയുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതിന്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് എക്സെട്ര X10 ഡിവൈഡ് ബൈ 10 ആണ് റിമൈനിങ്. ഇത് 65 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ശരിയല്ലേ? അതെ, 65 ആണ്. If 2 observations are discarded, say X11ഉം X12ഉം ഒഴിവാക്കി, അപ്പൊ 65 കിട്ടി. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? X1 പ്ലസ് X2 പ്ലസ് എക്സെട്ര X10 ഈസ് ഈക്വൽ ടു 650 എന്ന് കിട്ടും. ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ വരെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് ദ മീൻ ഓഫ് ദ ഡിസ്കാർഡഡ് ഒബ്സർവേഷൻസ്? ഇനി ഇവിടെ നോക്കിയേ, ഇതിനു മുമ്പ് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിലേത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള സമ്മ് 650 ആണ് നമുക്ക് ഇപ്പൊ കിട്ടി. ഇതിന് മുമ്പുള്ള ഇക്വേഷൻസിൽ X1 മുതൽ X10 വരെയുള്ള സമ്മ് 650 ആണെന്ന് ഇപ്പൊ കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റ് ഇത് 650 ആണെന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അല്ലെ? അപ്പോൾ 650 പ്ലസ് X11 എന്താണെന്ന് അറിയില്ല, X12ഉം എന്താണെന്ന് അറിയില്ല, 900. ശരിയാണല്ലോ? അപ്പൊ നമുക്ക് 650 അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയാൽ X11 പ്ലസ് X12 എന്ത് കിട്ടും? 900 മൈനസ് 650 അല്ലെ? അതൊന്ന് മൈനസ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. 900 മൈനസ് 650 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 250 കിട്ടും. ശരിയാണല്ലോ? ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മളടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മീൻ ഓഫ് ദ ഡിസ്കാർഡഡ് ഒബ്സർവേഷൻസ്. അതായത് X11ന്റെയും X12ന്റെയും മീൻ എന്താണ്? X11ന്റെയും X12ന്റെയും മീൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? X11 പ്ലസ് X12 ബൈ 2 ചെയ്താൽ പോരെ? X11 പ്ലസ് X12 250 ആണ്. 250 ബൈ 2 ചെയ്താൽ മതി, 125 ആൻസർ. സോ ഇങ്ങനെ ചെയ്ത കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇത് NDA 2023 ആണ്. ഈ മോഡൽ നോട്ട് ചെയ്തേക്കണം. ഈ മോഡൽ വരാറുണ്ട്. സിഗ്മ വെച്ചിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ മനസ്സിലായോ നിങ്ങൾക്ക്? X ബാർ 20 ആണ്, അതായത് മീൻ 20 ആണ് അല്ലെ? X ബാർ ഈക്വൽ 20 is the mean of the 10 observations X1, X2, X3, etc. X10. What is the value of sigma I equal to 1 to 10 3xi minus 4 by 5? ഇതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് അല്ലെ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. മീൻ 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മീൻ ഓഫ് X1, X2, X3, etc. X10 എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? X1 പ്ലസ് X2 പ്ലസ് എക്സെട്ര X10 ഡിവൈഡഡ് ബൈ 10. ഇതല്ലേ മീൻ ഓഫ് X1, X2, etc. X10? ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് 20 ആണെന്ന്. ശരിയല്ലേ? ഞാനതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? X1 പ്ലസ് X2 പ്ലസ് എക്സെട്ര X10 ഈസ് ഈക്വൽ 200 എന്ന് വരും. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ? നമ്മളടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് സിഗ്മ I ഈക്വൽ ടു 1 to 10 3xi മൈനസ് 4 by 5. ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇനീഷ്യലി നമ്മൾ ഐക്ക് 1 കൊടുക്കുന്നു. അപ്പൊ 3x1 മൈനസ് 4 by 5 ആവും. പ്ലസ് ഇടാം. പിന്നെ നമ്മൾ ഐക്ക് 2 കൊടുക്കുന്നു. അപ്പൊ 3x2 മൈനസ് 4 by 5 ആവും. പ്ലസ് ഇടാം. ഐക്ക് 3 കൊടുക്കുന്നു, 4 കൊടുക്കുന്നു, എക്സെട്ര. അവസാനം ഐക്ക് 10 കൊടുക്കുന്നു. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ എഴുതുമ്പോൾ ഐക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 3x1 മൈനസ് 4 by 5 കിട്ടും. പ്ലസ് ഇനി നമ്മൾ ഐക്ക് 2 കൊടുത്താൽ 3x2 മൈനസ് 4 ഡിവൈഡഡ് ബൈ 5 കിട്ടും, എക്സെട്ര. ഫൈനലി നമ്മൾ ഐക്ക് 10 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 3x10 മൈനസ് 4 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും.
ഇതിന്റെ സമ്മേഷനാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് ആഡ് ചെയ്യാൻ എളുപ്പമല്ലേ, കാരണം എല്ലാത്തിനും ഒരേ ഡിനോമിനേറ്റർ ആണ്. ഡിവൈഡ് ബൈ 5 ആണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്ത് പോയാൽ പോരെ. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ 3x1 പ്ലസ് 3x2 പ്ലസ് 3x3 അപ് ടു 3x10. 3 എല്ലാത്തിൽ നിന്നും കൂടി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 3 ടൈംസ് x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര x10. പിന്നെ -4 പ്ലസ് -4 പ്ലസ് -4 എക്സിട്ര പ്ലസ് -4. മൈനസ് ഓഫ് 4 10 ടൈംസ് ആണ് ആഡ് ചെയ്യുന്നത്. എങ്ങനെ 10 ടൈംസ് ആണെന്ന് മനസ്സിലായത്? ഇത് 10 ബ്രാക്കറ്റ് ആണുള്ളത് അല്ല, അറിയാമല്ലോ. i = 1 to 10 ആണല്ലോ. 10 ടേമുകളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. 4 പ്ലസ് 4 പ്ലസ് 4 10 തവണ ആഡ് ചെയ്താൽ 4 into 10 വരാം. 4 into 10 4 into 10 40. ഓൾ ഡിവൈഡഡ് ബൈ 5 അല്ലേ, ഓൾ ഡിവൈഡ് ബൈ 5. ഇത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇനി എളുപ്പമല്ലേ. 3 into x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര x10 ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് 200 ആണെന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ x1 പ്ലസ് x2 പ്ലസ് എക്സിട്ര x10 നമുക്ക് 200 നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. -40 ഡിവൈഡ് ബൈ 5 വരും അല്ലെ. ഇതെന്താ വരുന്നതെന്ന് പറയാമോ? 600 - 40 അല്ലെ. 600 - 40 ചെയ്ത് കഴിഞ്ഞാല് 560 ഡിവൈഡ് ബൈ 5 വരും അല്ലെ. എന്താണ് 560 ഡിവൈഡ് ബൈ 5? 560 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 112 കിട്ടും. 112 കിട്ടും. അതായത് ഓപ്ഷൻ സി കിട്ടും. ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറൊരു മെത്തേഡ് ഉണ്ട്, സിഗ്മ ഉള്ളിലോട്ട് എടുത്തിട്ടുള്ള മെത്തേഡ്. അത് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിന്റെ ആൻസർ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നിങ്ങളിത് എഴുതിയെടുത്തല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം അല്ലേ.